ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. 1 യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം, പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കുക. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ദൈവം സ്നേഹം തന്നെ. വചനം പറയുന്നു, നമ്മൾ പരസ്പരം സ്നേഹിക്കണം. ഈ കാലഘട്ടത്തിൽ കാണാൻ പറ്റാത്ത ഒന്നാണ് പരസ്പരമുള്ള സ്നേഹം. അവിടെ പറയുന്നു, ദൈവം സ്നേഹം തന്നെ. ഒരു ഭാഗത്ത് ദൈവം പറയുന്നുണ്ട്, കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാഞ്ഞാൽ കാണാത്ത ദൈവത്തെ നീ എങ്ങനെ സ്നേഹിക്കും? ചിലർ പറയാറുണ്ട്, എനിക്ക് ദൈവത്തെ ഭയങ്കര സ്നേഹമാണ്, എന്നാൽ സഹോദരങ്ങളോട് ഒരല്പം പോലും സ്നേഹമില്ല. നമ്മൾ വായിച്ച ലേഖനത്തിൻ്റെ അടുത്ത ഭാഗം പറയുന്നത്, തൻ്റെ സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി തന്ന് ദൈവം തൻ്റെ സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. റോമാലേഖനത്തിൽ പറയുന്നുണ്ട്, ഗുണവാന് വേണ്ടി ആരെങ്കിലും ചിലപ്പോൾ ജീവിതം കൊടുത്തേക്കാം, പക്ഷേ നമ്മുടെ ദൈവമോ നാം പാപിയായിരിക്കെ. പ്രിയരെ, സാഹചര്യങ്ങൾ നോക്കാതെ ഒരു വ്യക്തിയെ സ്നേഹിക്കാൻ ഇന്നെങ്ങനെയാണ് മനുഷ്യർ സ്നേഹിക്കുന്നത്? ഒരു വ്യക്തിയുടെ ജീവിത നിലവാരം കണ്ടിട്ട് സ്നേഹിക്കുന്ന ആൾക്കാർ. എന്നാൽ ഇവിടെ ദൈവം പറയുന്ന സ്നേഹം അങ്ങനെയല്ല. നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുക, സഹോദരങ്ങളെ സ്നേഹിക്കുക. നമുക്കറിയാം, പഴയ നിയമത്തിനകത്ത് യോസഫ് എന്ന് പറഞ്ഞൊരു മനുഷ്യൻ തൻ്റെ അപ്പനൊരു വസ്ത്രം തുന്നിക്കൊടുത്തതിൻ്റെ പ്രകാരം, തനിക്ക് ദൈവം കൊടുത്തൊരു ദർശനപ്രകാരം സഹോദരന്മാർക്ക് തന്നോട് അസൂയ തോന്നി. അവിടെ സ്നേഹം നഷ്ടപ്പെട്ടു. തനിക്ക് അപ്പൻ കൊടുത്ത വസ്ത്രം വലിച്ചൂരാൻ വേണ്ടി അവർ പദ്ധതിയിട്ടു. അവർ പദ്ധതിയിട്ടതുപോലെ തന്നെ ആ വസ്ത്രത്തെ വലിച്ചൂരിക്കളഞ്ഞു. നോക്കിയേ, സഹോദര സ്നേഹം നഷ്ടപ്പെടുന്ന ഒരു കാഴ്ച പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഇന്നും അങ്ങനെയല്ലേ? ഒരു സഹോദരൻ്റെ തകർച്ച കാണാൻ ആഗ്രഹിക്കുന്നവരല്ലേ കൂടുതലും? നമുക്ക് സ്നേഹമുണ്ടോ? നമ്മൾ പറയും നമുക്ക് സ്നേഹമുണ്ട്. നമുക്ക് സ്നേഹമുണ്ട്, വാക്കിലുള്ള സ്നേഹമല്ല. വചനം പറയുന്നു, ദൈവം സ്നേഹം തന്നെ. സ്നേഹമെന്ന് പറയുന്നത് അന്യോന്യം സ്നേഹിക്കാനുള്ളത്. രണ്ടുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കട്ടെ. നമ്മൾ എത്ര പേര് കൊടുക്കും? നമ്മൾ എത്ര പേരത് ചെയ്യും? യോസഫിൻ്റെ വസ്ത്രം വലിച്ചൂരിയപ്പോൾ യോസഫ് ആ വസ്ത്രത്തെ അങ്ങ് വിട്ടുകൊടുത്തു. എന്നിട്ടും 11 പേർക്കും തൻ്റെ സ്നേഹം മനസ്സിലായില്ല. ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ, നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് ഇതുപോലത്തെ അനുഭവങ്ങളുണ്ട്. നമുക്ക് സ്നേഹിക്കാൻ കഴിയണം. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും കൂട്ടു സഹോദരങ്ങളെ സ്നേഹിക്കാതിരിക്കുകയും ചെയ്യുന്നവർ ചതിയന്മാരാണ്, വഞ്ചകന്മാരാണ്. കർത്താവ് മത്തായി സുവിശേഷം ഗിരിപ്രഭാഷണത്തിൽ പറയുന്നുണ്ട്, നിന്റെ സഹോദരന് നിന്റെ അടുത്ത് എന്തെങ്കിലും പക ഇങ്ങോട്ടുണ്ടെന്ന് നിനക്ക് തോന്നിയാൽ നീ ബലിവസ്തു ആദ്യം അവിടെ വെക്കണം. നിന്റെ യാഗം ദൈവം പ്രസാദിക്കത്തില്ല. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് ഇതുപോലെ പ്രയാസങ്ങളും പ്രതിസന്ധികളും വിദ്വേഷങ്ങളും വൈരാഗ്യങ്ങളും ഒരു ഭാഗത്ത് തളം കെട്ടിക്കിടക്കുന്നെങ്കിൽ, യേശുവിനെ അറിയാമെന്ന് പറയുന്നത് കാപട്യമാണ്, കള്ളമാണ്. ഇവിടെ പറയുന്നു, അവർ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. കാരണം ദൈവം സ്നേഹമാണ്. പ്രിയരെ, ഒരു മടങ്ങി വരവിനും ഈ സന്ദേശം കേൾക്കുമ്പോൾ ഒന്നുകൂടെ ശോധന ചെയ്യാനും, എനിക്ക് സ്നേഹിക്കണം, എനിക്ക് എൻ്റെ സഹോദരങ്ങളെ സ്നേഹിക്കണം, അവരുടെ ഇല്ലായ്മയിൽ സ്നേഹിക്കണം, അവരുടെ ശൂന്യതയിൽ അവരെ സ്നേഹിക്കണം എന്ന് പറഞ്ഞ് ആത്മാവിൽ സ്നേഹത്തോടെ സഞ്ചരിപ്പാൻ, ഈ വചനത്തിനകത്ത് നിന്ന് സ്നേഹിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.